പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപ ചൊരിയപ്പെടുന്ന ഒരു പ്രഭാതമാകട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരൽപ്പ നിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായി 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ഈ വാക്യം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ സഭകളിൽ കർത്തൃമേശയ്ക്ക് ശേഷം സ്നേഹചുംബനത്തിന് തൊട്ട് മുമ്പ് ഇത് വായിച്ചതിന് ശേഷമാണ് മിക്കവാറും സഭകളിലൊക്കെ സ്നേഹചുംബനം ഉള്ളത്. ഇപ്പോൾ കോവിഡിന് ശേഷം പല സഭകളിലും അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. സ്തോത്രം. എങ്കിലും ചില സഭകളിലൊക്കെ അത് ഇപ്പോഴും ഉണ്ട്. ഇവിടെ നമുക്ക് ദൈവ ഇഷ്ടത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ കാണുന്നത്. തെസ്സലോനിക്ക സഭയെന്ന് പറയുന്നത് ഏറെ പ്രത്യേകതകളുള്ളൊരു സഭയാണ്. എനിക്ക് തോന്നുന്നു പൗലോസ് ഏറ്റവും കുറച്ചു സമയം സഭാസ്ഥാപനത്തിനു വേണ്ടി ചെലവഴിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ. എഫെസോസിൽ 3 വർഷം പൗലോസ് ഇരുന്നു. കൊരിന്ത്യ സഭയിൽ 1.5 വർഷം ഇരുന്നു. തെസ്സലോനിക്ക സഭയുമായി ബന്ധപ്പെട്ട് 3 ആഴ്ച മാത്രമേ തനിക്ക് തെസ്സലോനിക്കയിൽ ചെലവഴിക്കാൻ പറ്റിയുള്ളൂ. ആ 3 ആഴ്ച താൻ അവിടെ പ്രയോജനപ്പെട്ടപ്പോൾ പിശാച് പൗലോസിനെ ആ ദേശത്തുനിന്ന് ഓടിക്കാൻ ജനത്തെ തനിക്കെതിരെ ഇളക്കി. അങ്ങനെ പൗലോസ് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഒരു നല്ല സെൻഡ് ഓഫ് പോലും പൗലോസിന് അവിടെ നിന്ന് കിട്ടിയില്ല. ചുരുക്കം പറഞ്ഞാൽ പൗലോസ് അവിടുന്ന് ബെരോവയിലേക്ക് പോയി. ബെരോവയിൽ ഇരുന്നിട്ടും പൗലോസിൻ്റെ ഹൃദയം മുഴുവൻ തെസ്സലോനിക്കയിൽ കിടക്കുക. കാരണം തനിക്ക് ഈ തെസ്സലോനിക്ക സഭയിൽ താൻ ഓടിപ്പോകുന്നതിന് ശേഷം ആ സ്ഥലം സഭ അവിടെ ഉണ്ടോ, അവിടുത്തെ ജനം ചിതറിപ്പോയോ, ഇതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ, അവിടുത്തെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം പൗലോസിൻ്റെ ഹൃദയത്തിൽ വലിയ വ്യഗ്രതയുണ്ടാക്കി. സ്തോത്രം. പൗലോസ് പെട്ടെന്ന് നിജപുത്രനായ തിമത്തിയോസിനെ അയച്ചുവിടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. തെസ്സലോനിക്കയിലേക്ക് അയച്ചു. എന്തിനാ? തനിക്ക് വിവരം അറിയാൻ. താൻ ഓടിപ്പോന്നു കഴിഞ്ഞപ്പോൾ. സ്തോത്രക്കാരി ഇപ്പോൾ സഭയ്ക്ക് പാസ്റ്ററില്ല, നാഥനിലാക്കളരെ പോലെയാണ്. പാസ്സുണ്ടായിട്ട് ചില സഭകൾ നേരെ പോകുന്നില്ല. അപ്പം പാസ്സും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? പക്ഷെ തിമത്തിയോസ് തെസ്സലോനിക്കയിൽ ചെന്ന് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് താൻ തിരിച്ചു വന്ന് പൗലോസിനോട് അവിടുത്തെ വിവരങ്ങൾ പറയുമ്പോൾ പൗലോസിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം തിമത്തിയോസ് പറഞ്ഞ വിവരം മറ്റൊന്നുമല്ല, പാസ്റ്റർ അവിടുന്ന് പോയെങ്കിലും പരിശുദ്ധാത്മാവ് സഭയിലുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ചിലരോട് ഞാൻ പറയുന്നു, ആര് നിന്നെ വിട്ടു പോയാലും, ഏതു നഷ്ടവും ഏതു വിടവും നികത്താൻ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ മണ്ണിൽ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വളരെ പ്രധാനം പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവുമാണ്. സ്തോത്രം. നോക്കുക,
എനിക്ക് തോന്നുന്നു ഈ തെസ്സലോനിക്ക സഭയിലെ പൗലോസ് 2 ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ 2 ലേഖനവും നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് 1-ാം ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ 5 അധ്യായമാണുള്ളത്. 5 അധ്യായങ്ങളിലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പൗലോസ് പരാമർശിക്കുന്നുണ്ട്. ചില വേദചിന്തകന്മാർ പറയുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞാണ് ഇവിടെ ഒരു സ്ഥലം സഭ സ്ഥാപിച്ചതെന്നാണ് മിക്കവാറും വേദചിന്തകന്മാരൊക്കെ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ പൗലോസ്ലീഹ ഈ സഭയെക്കുറിച്ച് കുറേ മാതൃകകൾ പറയുന്നുണ്ട്. തെസ്സലോനിക്ക സഭയെ മാതൃക സഭ എന്നാണ് വിശേഷിപ്പിച്ചത്. സ്തോത്രം. അവരുടെ വിശ്വാസം, അവരുടെ ജീവിതം, അവരുടെ പ്രവൃത്തി, പല കാര്യങ്ങൾ, എന്തിനേറെ പറയുന്നു, അവരുടെ മാനസാന്തരം വരെ മാതൃകയാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഈ 1-ാം ലേഖനം കൺക്ലൂഷൻ കുറിക്കുന്ന ഭാഗമാണ് 5-ാം അധ്യായം. അവിടെ 18-ാം വാക്യത്തിൽ വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്ക വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്, എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. സ്തോത്രം. ദ വിൽ ഓഫ് ഗാഡ്. സ്തോത്രം. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ദൈവഹിതത്തെ നമുക്ക് ശ്രദ്ധിച്ചു പഠിച്ചാൽ, മലയാളികൾ പൊതുവെ ദൈവഹിതമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ ദൈവഹിതം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയത്തിന് വിടുതൽ കിട്ടിയാൽ ചില ആളുകൾ പറയും ദൈവഹിതമായിരുന്നു, അതുകൊണ്ട് വിടുതൽ കിട്ടി. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയത്തിന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ പറയും ദൈവഹിതമല്ലായിരുന്നു, അതുകൊണ്ട് ആ വിഷയത്തിന് വിടുതൽ കിട്ടിയില്ല. സ്തോത്രം. ഇങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ, ദൈവഹിതത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്ത ഇങ്ങനെയാണ്. എന്നാൽ ബൈബിൾ പരിശോധിക്കുന്നവർക്കറിയാം, ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് 3 രീതികളിൽ അത് ഡിഫൈൻ ചെയ്ത് ചിന്തിക്കാം. ഒന്ന്, പെർമസീവ് വിൽ ഓഫ് ഗോഡ്, അനുവദനീയ ദൈവഹിതം. 2, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, സമ്പൂർണ്ണ ദൈവഹിതം. 3, ജനറൽ വിൽ ഓഫ് ഗോഡ്, പൊതുവായ ദൈവഹിതം. സ്തോത്രം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഓരോ സെൻറ്റൻസിൽ പറഞ്ഞ് ഓടിപ്പോകാം. ഒന്ന്, പെർമസീവ് വിൽ ഓഫ് ഗോഡ്, അനുവദനീയ ദൈവഹിതം. അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത മറ്റൊന്നുമല്ല, നമുക്കൊരു വിഷയത്തിൽ വളരെ ഇഷ്ടമുണ്ട്. ഉദാഹരണം, നമുക്കൊരു കാറ് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ട്. ഞാൻ കാർ ഉദാഹരണം പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് എന്തുമാകാം. ജോലിയാകാം, വിവാഹമാകാം, വസ്തുവാകാം, എക്സെട്ര. നമുക്കത് ഇഷ്ടമാണ്, നമുക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളതിൻ്റെ പുറകിൽ അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ആ ദൈവത്തിന് 1% പോലും ഇഷ്ടമല്ല നമ്മളത് വാങ്ങുന്നത്, നമ്മളതിൽ ഏർപ്പെടുന്നത്. പക്ഷെ നമ്മൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ നമ്മൾ അതിൻ്റെ പുറകിൽ അത് ലഭിക്കാൻ മുട്ടിപ്പായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിലും ദൈവം അത് അനുവദിച്ചു നൽകിത്തരും. ദൈവം അത് നിങ്ങൾക്ക് അനുവദിച്ചു തരും. അതിൻ്റെ പേരാണ് പെർമസീവ് വിൽ ഓഫ് ഗാഡ്. അതിന് ബൈബിളിൽ നിന്നുള്ള തെളിവുകളിൽ ഒന്ന്, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി ശൗലിനെ രാജാവായി വാഴിക്കുന്നത് ദൈവത്തിന് 1% ഇഷ്ടമല്ല. കാരണം ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അറിയുക ഇസ്രായേലേ, ഞാൻ നിങ്ങളുടെ രാജാവായിരിക്കും. ദൈവമാണ് അവരുടെ രാജാവെന്ന് പറഞ്ഞിരിക്കെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ജാതികൾക്ക് രാജാവുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. സ്തോത്രം. നോക്കുക, മനുഷ്യന് രാജാവിനെ കിട്ടിയേ പറ്റൂ. മനുഷ്യൻ ശമൂവേലിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്, അവർക്ക് രാജാവിനെ വേണം. പക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ ഫൈനലി ദൈവം
തനിക്കിഷ്ടമല്ലെങ്കിലും അവർക്ക് ഒരു രാജാവിനെ അനുവദിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. തനിക്കിഷ്ടമല്ലെങ്കിലും താൻ കൊടുക്കുമ്പോൾ ഏറ്റവും മോശമായത് കൊടുക്കുകയല്ല, ഏറ്റവും കൊള്ളാവുന്നേ കൊടുക്കുള്ളൂ. നമ്മളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധം വന്നു കഴിയുമ്പം പിന്നെ സമ്മതിക്കുമ്പം നമ്മൾ കൊള്ളാവുന്ന കൊടുക്കണമെന്നില്ല. ഇസ്രായേൽ തോൾ മുതൽ ഏറ്റവും വലിയ പൊക്കമുള്ളവനായ ശൗലിനെയാണ് കൊടുത്തത്, കൊള്ളാവുന്നവനെയാണ് കൊടുത്തത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവിടുന്ന് മനസ്സിലാക്കാം. കൊള്ളാവുന്ന ഒരു ശൗലിനെയാണ് കൊടുത്തത്. പക്ഷേ ആ ശൗല് ആദ്യം നല്ലതും അവസാനം ദുരന്തവുമായി. അതാണ് ഈ അനുവദനീയഹിതത്തിൻ്റെ പ്രശ്നം. അതാണ് എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ച് തന്നതാണെങ്കിൽ ആദ്യം നല്ലതാണ് കുറച്ച് നാളുകൾ, പിന്നീട് കരച്ചിലും വേദനയുമാണ്. സ്തോത്രം. ബിലയാമിനോട് ദൈവം ചെയ്തതും അത് തന്നെയാണ്. ബിലയാം ജനത്തെ ശപിക്കാൻ പോകണമെന്ന് ദൈവത്തോട് ആദ്യം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോകരുത്. പക്ഷെ വീണ്ടും ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവത്തെ നിർബന്ധിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ അനുവദനീയ ഹിതത്തിലാണെങ്കിൽ നിങ്ങളുടെ കാൽച്ചുവടുകൾ അവിടെ നിന്ന് സമ്പൂർണ്ണ ഹിതത്തിലേക്ക് മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പോലും ഒരു നിമിഷത്തേക്ക് ഗെത്സമനയിൽ തൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്ക്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒക്കെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു പോലും ഒരു നിമിഷം കഴിയുമെങ്കിൽ ഈ പാനപാത്രം അനുവദനീയ ഹിതത്തിലോട്ടൊന്ന് ചാഞ്ഞു. പെട്ടെന്ന് കർത്താവ് അതിനകത്തുനിന്ന് സമ്പൂർണ്ണ ഹിതത്തിലേക്ക് കയറി. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമത്രേ സംഭവിക്കട്ടെ. ഇന്ന് രാവിലെ നാം നടന്നു വരുന്ന വഴികൾ, നമ്മുടെ ജീവിതം, നമ്മുടെ തലമുറകളൊക്കെ അനുവദനീയ ഹിതത്തിലാണോ നിൽക്കുന്നത്? അതിൻ്റെ ബുദ്ധിമുട്ടുകളാണോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെന്ന് പരിശോധിക്കണം. സ്തോത്രം. എന്നാൽ സമ്പൂർണ്ണ ഹിതത്തിൻ്റെ പ്രത്യേകത പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസുകളില്ല. പകരം നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ 2025 ഈ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്താണോ ചെയ്യാൻ പരമോന്നതനായ അങ്ങ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് നാം അതരം കൊണ്ട് ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ്, സമർപ്പിക്കുന്നതാണ് സമ്പൂർണ്ണ ഹിതത്തിലേക്കുള്ള ചുവടുവെപ്പ്. ആ സമ്പൂർണ്ണ ദൈവഹിതമാണ് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തീകരിച്ച പുത്രൻ ക്രൂശിൽ നമ്മളെ കാണിച്ചു തന്ന മാതൃക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് അത് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, അതെന്തുവാകട്ടെ. ദൈവത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും അത് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, അതെനിക്കും വേണ്ട. സ്തോത്രം. അതാണ് പെർഫെക്റ്റ് വിൽ. പക്ഷേ പെർഫെക്റ്റ് വില്ലിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ആദ്യം ചിലപ്പോൾ ഒരു നല്ലതായി തോന്നുകയല്ല, ചിലപ്പോൾ ഒരു വിടുതൽ ആയി തോന്നുകയല്ല, പക്ഷേ അതിൻ്റെ അവസാനം ശുഭമായിരിക്കും, അവസാനം ഏറ്റവും മനോഹരമായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സമ്പൂർണ്ണ ഹിതത്തിലൂടെ സഞ്ചരിച്ചിട്ട് ചില പ്രതീക്ഷിച്ച വിടുതലുകളോ പ്രതീക്ഷിച്ച ദൈവപ്രവൃത്തിയോ കണ്ടില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ സമ്പൂർണ്ണ ഹിതത്തിനകത്തുകൂടെയാ പോകുന്നത് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ, ആദ്യം ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയാലും അതിൻ്റെ അവസാനം മനോഹരമായിരിക്കും. നിങ്ങളെ ദൈവം ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനിലെത്തിക്കും. സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് ജനറൽ വിൽ ഓഫ് ഗാഡ്. അതാണ് നമ്മളിപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ കണ്ടത്. അനുദിന ജീവിതത്തിൽ
നാം ശ്രദ്ധിക്കേണ്ട പൊതുവായ ദൈവഹിതം. എന്താണ് പൊതുവായ ദൈവഹിതം? സ്തോത്രം. കുറേ കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. 14-ാം വാക്യത്തിൽ ആരംഭിക്കുകയാണ്. നമ്മൾ വായിച്ചത് 18-ാം വാക്യമാണ്. എന്നാൽ 14-ാം വാക്യം മുതൽ പൊതുവായ ദൈവഹിതമാണ്, ജനറൽ വിൽ ഓഫ് ഗാഡ്. അതിലെല്ലാം നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. 1-2 വിശദീകരിക്കും, ബാക്കി ഞാൻ വായിച്ചു വിടത്തേ ഉള്ളൂ. 14-ാം വാക്യം നോക്കി. 1, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. അപ്പോൾ ഒന്നാമത്തെ അനുദിന ജീവിതത്തിലുള്ള നമ്മെക്കുറിച്ചുള്ള പൊതുവായ ദൈവഹിതം, ക്രമം കെട്ടവരെ നാം ബുദ്ധി ഉപദേശിക്കണം. ചില ആളുകൾ അതിന് താല്പര്യപ്പെടുകയില്ല. അവർ പറയും, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി അങ്ങ് പോയാൽ പോരെ, എന്തിനാ ഈ വല്ലവൻ്റെയും കാര്യത്തിലൊക്കെ പോയി ഇടപെടുന്നത്? സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരാളെ, ക്രമം കെട്ട ഒരാളെ ബുദ്ധി ഉപദേശിക്കാൻ പോയാൽ അയാളിൽ നിന്ന് നമുക്ക് തിരിച്ച് മുറിവുകളുണ്ടാകാം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ജെയിംസ് അച്ചാനോട് പറയാം, അച്ചാനെ ഉപദേശിക്കാൻ വേണ്ടി ചെന്നാൽ അത് അച്ചാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ചാൻ തിരിച്ച് എൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ നോക്കി ചിലപ്പോൾ ഇല്ലാത്തത് വേണേലും പറഞ്ഞ് തിരിച്ച് പറ്റുന്ന രീതിയിൽ മുറിവേൽപ്പിക്കും. അതുകൊണ്ടാണ് പല ആളുകൾ ഇപ്പോൾ ആരെയും എന്തെല്ലാം കുഴപ്പം കണ്ടാലും എന്തെല്ലാം ക്രമക്കേട് കണ്ടാലും ബുദ്ധി ഉപദേശിക്കാൻ പോവുകയല്ല. കാരണം മുറിവേൽക്കും. സ്തോത്രം. പിന്നെ മുറിവേൽക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ ഉപദേശിക്കാൻ പോകുന്നത് ബഹു രസമായിട്ട് തോന്നും. ഗലാത്യലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഗലാത്യലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു എങ്ങനെയാണ് ബുദ്ധി ഉപദേശിക്കേണ്ടതെന്ന്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ, ഒരാത്മീകൻ ഒരാളെ ബുദ്ധി ഉപദേശിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആത്മീകരായ നിങ്ങൾ, നമ്മൾ ആത്മീകരാണോ അല്ലയോ എന്ന് ഇവിടെ അറിയാം. അങ്ങനെയുള്ളവനെ, അപ്പം ഒരാൾ തെറ്റിലകപ്പെട്ടാൽ അതൊരാത്മീകൻ അറിഞ്ഞാൽ അവൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അവനെ വ്യക്തിപരമായി കണ്ട്, അല്ലാതെ അവനെതിരെ വാട്സപ്പിലിട്ടും അവനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയും അവനെതിരെ പരസ്യമായി പ്രസംഗിച്ചും അവനെ അനാവൃതമാക്കിയും അവൻ്റെ നഗ്നത പ്രദർശിപ്പിച്ചും അല്ല ഒരുവനെ ഉപദേശിക്കുന്നത്. ഒരു ആത്മീകൻ്റെ ലക്ഷണം, അവനൊരു കാര്യം അറിഞ്ഞാൽ അവൻ വ്യക്തിപരമായ അദ്ദേഹത്തെ കണ്ട് സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തും. നമുക്ക് ഈ സൗമ്യതയുടെ ആത്മാവിൽ ഉപദേശിക്കാൻ അറിയത്തില്ല, അതാ വിഷയം. നമ്മൾ ചെന്ന് ഒരാൾ ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മളെ കണ്ടുപിടിക്ക്, ഞാൻ നിൽക്കുന്ന കണ്ടില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പം അവൻ നിന്നെക്കുറിച്ച് പലതും കേട്ട് കാണും. സൗമ്യതയുടെ ആത്മാവിൽ ഉപദേശിക്കുമ്പോൾ, സഹോദര, ഒരു തെറ്റിലകപ്പെട്ടു, സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ സംഭവിക്കാം, പക്ഷെ നമ്മളതിനകത്ത് മുന്നോട്ട് പോകരുത്, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യും. അതാണ് ഒരാത്മീകൻ്റെ ലക്ഷണം. അപ്പോൾ ഒന്ന്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഹിതത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ദൈവഹിതം ചെയ്യുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിന് വെളിയിലാണ്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ചില ആളുകൾക്ക് ഉൾക്കരുത്തില്ല, മനസ്സിന് ബലമില്ല. അവരെ നിങ്ങൾ ധൈര്യപ്പെടുത്തണം. ബ്രദറെ, കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, ഞങ്ങൾ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ധൈര്യപ്പെടുത്തണം. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പൊതുവായുള്ള ദൈവഹിതമാണ്. 3, ബലഹീനരെ താങ്ങുവിൻ. സ്തോത്രം.
ബലഹീനരെ താങ്ങണം. അത് ആത്മീക തലത്തിലാണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും ബലഹീനരാണെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവരെ താങ്ങണം. 4, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ദീർഘക്ഷമ കാണിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും നിങ്ങൾ അത് ബലഹീനരെ താങ്ങുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പാൻ കഴിയൂ. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളത് വളരെ പാടാണ്. ഇപ്പോഴും പല ആളുകൾ അവരുടെ ഹൃദയത്തിൽ പലരോടും ക്ഷമിക്കാൻ കഴിയാതിരിക്കുക, അതൊരു വലിയ പാപമാണ്. അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വലിയ പാപമാണ്. ഒരിക്കൽ ഒരു സ്ത്രീയുടെ ദേഹത്തു നിന്നൊരു ഭൂതം ഇളകിയപ്പം ആ ഭൂതം വിട്ടുപോകുന്നില്ല. കാര്യം ചോദിച്ചപ്പോൾ ഭൂതം പറഞ്ഞു, ഇവൾക്ക് ഇന്നയാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അത് ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് ഭൂതം വിട്ടുപോയത്. അങ്ങനെയാണെങ്കിൽ എത്ര ഭൂതങ്ങൾ പലരുടെയും ദേഹത്ത് കാണും. സ്തോത്രം. പല ആളുകളുടെയും മനസ്സിൻ്റെ തടവറയിൽ ചില ആളുകളെയൊക്കെ പിടിച്ച് ഇട്ടിട്ട് ഇവനോട് ഞാൻ ക്ഷമിക്കുകയല്ല, ഈ ദൈവദാസനോട് ഞാൻ ക്ഷമിക്കുകയല്ല, ഇവരോട് ഞാൻ ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയ കുഞ്ഞെ, സകലരോടും ദീർഘക്ഷമ കാണിക്കണം. കർത്താവ് ക്രൂശിലും അതാണ് പഠിപ്പിച്ചത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഇനി 5 ഇവിടെ പറയുന്ന ദൈവഹിതം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരോടും നന്മ ചെയ്യുക. സ്തോത്രം. ഒരാൾ നമുക്കെതിരെ തിന്മ ചെയ്താൽ പകരം തിരിച്ച് അതേ നാണയത്തിൽ തിന്മ ചെയ്യുകയല്ല. അങ്ങനെയാണ് അവനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? പകരം നന്മ കൊണ്ട് ആ തിന്മയെ ജയിക്കുക. അതാണ് ഇവിടെ പറയുന്ന 5 പൊതുവായ ദൈവഹിതം. സ്തോത്രം. 6 കാര്യമാണ് എന്താണ്? എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവമക്കളുടെ ദുഃഖം സന്തോഷത്തിന് എതിരാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ദൈവഹിതത്തിനെതിരാണ് ദൈവമക്കളുടെ ദുഃഖം. ക്രൂശിൽ പോലും സന്തോഷിച്ച കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. എബ്രായലേഖനം 12:2 പറയുന്നത് ക്രൂശിൽ പോലും സന്തോഷിച്ച കർത്താവിനെ കുറിച്ചാണ്. പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും സന്തോഷിക്കും. പൗലോസാണെങ്കിൽ ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ കിടന്ന് 16ഓളം പ്രാവശ്യം പറയുന്നുണ്ട്, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്ക് അതീതമായ സന്തോഷമായിരിക്കണം. സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായ സന്തോഷത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായ സന്തോഷമാണെങ്കിൽ ആ സാഹചര്യം മാറുമ്പോൾ സന്തോഷം പോകും. എന്നാൽ സാഹചര്യങ്ങൾക്ക് അതീതമായ സന്തോഷം, അതിനെ നമുക്ക് സന്തോഷമെന്നല്ല ആനന്ദമെന്ന് വിളിക്കാം. ജോയ് എന്ന് വിളിക്കുന്നതാണ് നല്ലത്, ഹാപ്പിനെസ് അല്ല, ജോയ്. സ്തോത്രം. അതിൻ്റെ പ്രത്യേകത സാഹചര്യം മാറിയാലും സാഹചര്യം മാറിയില്ലെങ്കിലും ആ ആനന്ദം നമ്മുടെ അകത്തുണ്ടാകും. അത് ക്രിസ്തുവേശുവിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ്. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും സന്തോഷിക്കാൻ കഴിയുക, അതാണ് നമ്മെക്കുറിച്ചുള്ള പൊതുവായുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ 6 കാര്യം. സ്തോത്രം. 7 കാര്യം പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നിവർത്തിക്കപ്പെടുന്നിടം വരെ നാം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥനയ്ക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല സ്ഥാനം കൊടുക്കേണ്ടത്. തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാറ്റിനും മുൻപേ എന്നാണ് പറയുന്നത് പ്രാർത്ഥനയ്ക്ക്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം സെറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കണം. എനിക്കെപ്പോഴും അറിയാം, പ്രാർത്ഥന മുടങ്ങുന്നത് കൊണ്ട് ആ സമയത്ത് ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയും മാറ്റിവെക്കുന്ന ആളുകളെ എനിക്കറിയാം. അവരുടെ എല്ലാത്തിനും മുമ്പേ അവർ പ്രാർത്ഥനയ്ക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ ഓടി കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന പ്രാർത്ഥനയല്ല. പിന്നെ വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ടൈം ടേബിൾ ലൈഫിലുള്ള പ്രെയർ ലൈഫാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകട്ടെ. ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ. സ്തോത്രം.
നിങ്ങളുടെ വിഷയത്തിൽ മറുപടി ലഭിക്കുന്നിടം വരെ പ്രാർത്ഥിക്കുക. ഫൈനലി നിങ്ങളുടെ മുമ്പിൽ ആ വാതിൽ തുറക്കപ്പെടും. നിങ്ങളുടെ മുമ്പിൽ ആ പ്രതിസന്ധി മാറും. നിങ്ങളുടെ മുമ്പിൽ ആ പോരാട്ടം എന്നേക്കുമായി ഇല്ലാതാകും. സ്തോത്രം. ഏറ്റവും അവസാനമായിട്ട് വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. പൗലോസ് അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. നന്മയ്ക്കു മാത്രം സ്തോത്രം ചെയ്യാനല്ല പറഞ്ഞത്, സംഭവിക്കുന്ന എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. നമുക്കാണ് ചില കാര്യങ്ങൾ മോശകരമായ സംഭവങ്ങളായി തോന്നുന്നത്. പക്ഷേ യാക്കോബിൻ്റെ ലേഖനം പറയുന്നുണ്ട്, ആരാണ് ആത്മീക പക്വതയുള്ള മനുഷ്യൻ? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം പറയുന്നു, പരിശോധനകളിൽ സഹിഷ്ണുത പാലിക്കുന്നവനാണ് ആത്മീക പക്വതയുള്ളവൻ. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പരിശോധനയിലൂടെ ഇപ്പം പോകാൻ എന്താണ് കാരണം, എന്തിനാണ് ദൈവം എനിക്ക് ഇങ്ങനൊരു പരിശോധന അനുവദിച്ചതെന്ന് അതിൻ്റെ പിൻപിലുള്ള ദൈവഹിതം മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ആത്മീക പക്വതയുള്ളവൻ. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഔദാര്യമായി കിട്ടുന്ന ദൈവത്തോട് അത് മനസ്സിലാക്കാനുള്ള ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതും യാക്കോബ് പറയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ വിഷയം ഇപ്പോൾ വരാൻ കാരണം, എന്നെ ദൈവം എന്തിനാണ് അനുവദിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാപിച്ചെടുത്താൽ, നിങ്ങൾക്ക് സകലത്തിനും സ്തോത്രം ചെയ്യാൻ കഴിയും. മറക്കരുത്, ഇത് അനുദിന ജീവിതത്തിൽ നാം പുലർത്തേണ്ട 8 അതിപ്രധാനപ്പെട്ട പൊതുവായ ദൈവഹിതമാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നാം ഏത് ഹിതത്തിനാണ് നിൽക്കുന്നത്? നാം പെർമസീവ് വിൽ ഓഫ് ഗോഡിലാണോ, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലാണോ? നാം അനുദിന ജീവിതത്തിലെ ദൈവ ഇഷ്ടത്തിനകത്തുകൂടെയാണോ നാം സഞ്ചരിക്കുന്നത്? ഇതല്ലാതെ മറ്റ് ലേഖനങ്ങളിൽ പല ദൈവ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. സ്തോത്രം. കഷ്ടതയിലുള്ള ദൈവഹിതത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. ആരാധനയിലുള്ള ദൈവഹിതത്തെക്കുറിച്ച് റോമാലേഖനം 12-ൽ പറയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗം മാത്രം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിച്ചതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അത് അനുവദനീയ ദൈവഹിതത്തിലാണെങ്കിൽ നമുക്കത് വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പൊതുവായ ദൈവഹിതവും ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ലൈഫിൽ വേണ്ടത് സമ്പൂർണ്ണ ദൈവഹിതമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുത്താം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകൾ ഉണക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങൾ ആ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം ഞങ്ങളെ പണിയുവാൻ, വചനം ഞങ്ങളെ അത് ശുദ്ധീകരിപ്പാൻ, വചനം ഞങ്ങൾക്ക് തിരിച്ചറിവുകൾ നൽകി തരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ദൈവഹിതത്തെക്കുറിച്ചാണല്ലോ ഞങ്ങളെ പരിശുദ്ധാത്മാവ് രാവിലെ കേൾപ്പിച്ചത്. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ, ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. എല്ലാത്തിലും തിരുനാമഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. കൃപയിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും, ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.